ഹായ് ഫ്രണ്ട്സ്, ചെമ്പനിയപ്പൂവിന്റെ വരാൻ പോകുന്ന നല്ലൊരു കിടിലം ഭാഗത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന എപ്പിസോഡിനകത്ത് സ്വർണ്ണമാല മോഷ്ടിച്ച കേസിൽ നമ്മുടെ ശ്രുതിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന വിശേഷങ്ങളാണ്. ഈ ആന്റണിയുടെ ടീമിൽ തന്നെയുള്ള ഒരാള് ഒരു സ്വർണ്ണമാല ഒരു സ്വർണ്ണക്കടക്കാരന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചിട്ട് കൊണ്ടുപോയി ആന്റണിയുടെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ. സാധാരണ ഇങ്ങനെ മോഷ്ടിച്ച സ്വർണ്ണമെല്ലാം ആന്റണിയുടെ കയ്യിൽ കൊണ്ടുകൊടുത്തിട്ട് ആന്റണി അത് വിറ്റിട്ട് പണത്തിന്റെ ഒരു ഷെയറാണ് അവർക്കായിട്ട് കൊടുക്കുന്നത്. ബാക്കി ഷെയർ ആന്റണി സ്വയം എടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത്തവണ സ്വർണ്ണമാല മോഷ്ടിച്ചത് ഒരു സ്വർണ്ണക്കടക്കാരന്റെ വീട്ടിൽ പോയിട്ടാണെന്നുള്ള കാര്യം അയാൾ പറയുമ്പോൾ ഇത് താൻ നേരിട്ട് അവിടെ പോയി വിറ്റ് കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആന്റണി ശ്രുതിയെ വിളിക്കുന്നുണ്ട്. എന്റെ കയ്യിൽ ഒരു മാല വന്നിട്ടുണ്ടെന്നും മറ്റൊന്നുമല്ല, പണയം വെച്ചിട്ട് എന്റെ കയ്യിൽ നിന്ന് പൈസ കൊണ്ടുപോയതാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, മുതലും ഇല്ല പലിശയും ഇല്ല. അവർക്കാണെങ്കിലും പണയം വെച്ചവർക്ക് ഇത് തിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് ഞാൻ തന്നെ വിചാരിച്ചു ഇത് ആർക്കെങ്കിലും വിൽക്കാമെന്ന്. ഏകദേശം 2 ലക്ഷം രൂപ വരുന്ന മാലയാണ്. പക്ഷേ ശ്രുതി ആയതുകൊണ്ട് തന്നെ താൻ എനിക്ക് 1 ലക്ഷം രൂപ തന്നാൽ മതി, കാരണം കുറച്ച് പഴയ സ്വർണ്ണമാണ്, അതുകൊണ്ട് തന്നെ കൊണ്ടുപോയി വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും പണമൊന്നും കിട്ടില്ല. പിന്നെ ഇത്രയും സ്വർണം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പണം നിങ്ങൾ കൊടുക്കേണ്ടി വരുമല്ലോ. അതുകൊണ്ട് തന്നെ ശ്രുതിയോട് ഇത് മേടിക്കാൻ വേണ്ടി പറയുകയാണ് കേട്ടോ ആന്റണി. എന്റെ കയ്യിൽ 5 പൈസ പോലും ഇല്ലെന്നുള്ള കാര്യം ശ്രുതി അറിയിക്കുന്നുണ്ടെങ്കിലും നിന്റെ കയ്യിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നീ അറിയുന്ന ആർക്കെങ്കിലും കൊടുത്താലും മതിയല്ലോ. അവർക്കതൊരു പുണ്യപ്രവൃത്തി ചെയ്യുന്ന പോലെയല്ലേ ശ്രുതി. കാരണം ഇത്രയും സ്വർണം നമ്മൾ കുറച്ച് വിലക്കല്ലേ കൊടുക്കുന്നത്. ആർക്കെങ്കിലും ഉപകാരമാവുകയാണെന്നുണ്ടെങ്കിൽ ഉപകാരം ആയിക്കോട്ടെ. ഇത് കേൾക്കുന്ന ശ്രുതി പറയുന്നുണ്ട്, എന്തായാലും എനിക്കിത് വേണ്ട ആന്റണി, ഞാൻ വേണമെങ്കിൽ മീരയുടെ അടുത്തുനിന്ന് ചോദിച്ചു നോക്കട്ടെ. അവൾക്കാണെന്നുണ്ടെങ്കിൽ കല്യാണമൊക്കെ അടുത്ത് വന്നുകൊണ്ടിരിക്കുക, സ്വർണത്തിന്റെ ആവശ്യമൊക്കെ കാണും. ഒരുപക്ഷെ അവളുടെ കയ്യിൽ പണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവളെ കൊണ്ട് ഇത് മേടിപ്പിക്കാം. അതിനുശേഷം മീരയുടെ ഇക്കാര്യം ശ്രുതി അറിയിക്കുന്നുണ്ട്. ആന്റണി തന്നോട് 2 ലക്ഷം രൂപ വിലയുള്ള ഒരു സ്വർണ്ണമാല 1 ലക്ഷം രൂപയ്ക്ക് വിൽക്കാമെന്നുള്ള കാര്യം പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നെന്നും നിനക്ക് വേണോ എന്നൊക്കെ ശ്രുതി ചോദിക്കുമ്പോൾ മീര പറയുന്നുണ്ട്, കാര്യമൊക്കെ ശരിയാ, എനിക്കിപ്പോ സ്വർണത്തിന്റെ ആവശ്യമൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് പുതിയ മോഡലിലുള്ള സ്വർണ്ണം എടുക്കാമെന്നാ. അപ്പോ ശ്രുതി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എടി നിനക്ക് ആ മാല ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നീ വാങ്ങിച്ചോ. ആ പഴയ മാല കൊണ്ടുകൊടുത്തിട്ട് നമുക്ക് പുതിയ ഡിസൈനിലേക്ക് ആക്കാമല്ലോ. നമുക്ക് ആന്റണിയുടെ അടുത്ത് പോയി മേടിക്കാമെന്നേ എന്നിങ്ങനെ പറയാണ് ശ്രുതി. മീരയ്ക്കാണെങ്കിലും സമ്മതമാവുന്നുണ്ട് അതിന്. അങ്ങനെ ശ്രുതി ആന്റണി വിളിച്ച് കാര്യം പറയുന്നുണ്ട്. ആന്റണിക്കാണെങ്കിലും അത് കേട്ട് സന്തോഷമാവുന്നു. നിങ്ങൾ നാളെ തന്നെ വന്ന് മാല മേടിച്ചോളാൻ പറയുന്നുണ്ട് അയാൾ. പണം ഇപ്പൊ തന്നെ ട്രാൻസ്ഫർ ചെയ്തോളാൻ ആന്റണി പറയുന്നത് കേട്ടിട്ട് ശ്രുതി പറയുന്നുണ്ട്, ഞാൻ പണവുമായിട്ട് നേരിട്ട് വന്നിട്ട് മാല മേടിച്ചോളാം എന്നുള്ള കാര്യം. അപ്പൊ ആന്റണി ചോദിക്കും, അതെന്താ ശ്രുതി, നിനക്ക് ഞങ്ങളുടെ മേലെ എന്തെങ്കിലും സംശയമുണ്ടോ? അതൊണ്ടൊന്നുമല്ല ആന്റണി, വിശ്വാസക്കുറവിന്റെ പ്രശ്നമൊന്നുമല്ല. ഏതായാലും സ്വർണ്ണം നേരിട്ട് വന്നിട്ട് വേണ്ടേ വാങ്ങാൻ വേണ്ടി. അപ്പോൾ അത് നോക്കിയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് പണം നേരിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞത്. എന്തായാലും പിറ്റേ ദിവസം തന്നെ ശ്രുതി പോയിട്ട് ആ സ്വർണ്ണമാല മേടിക്കുകയാണ് ആന്റണിയുടെ കയ്യിൽ നിന്നും. അവര് പറഞ്ഞ തുക തന്നെ ആന്റണി കറക്റ്റ് ആയിട്ട് തിരിച്ചു കൊടുക്കുന്നുണ്ട്. മീരയ്ക്കാണെങ്കിൽ ആ മാല കണ്ടിട്ട് അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല അതിന്റെ ഡിസൈൻ. ഇത് പഴയ ഡിസൈൻ ആണല്ലോ, നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് പോകുന്ന വഴിയിൽ തന്നെ ഏതെങ്കിലും സ്വർണ്ണക്കടയിൽ കൊടുത്തിട്ട് ഡിസൈൻ മാറ്റി വാങ്ങാമെന്ന് മീര ശ്രുതിയോട് പറയുമ്പോൾ ശ്രുതിയാണെങ്കിലും മാല കണ്ടിട്ട് പറയുന്നുണ്ട്, എന്തായാലും മാല കണ്ടാൽ തന്നെ അറിയാം 2 ലക്ഷം രൂപയിലും മേലെ വില മതിക്കുമെന്ന്. പക്ഷെ നമുക്ക് 1 ലക്ഷം രൂപയ്ക്ക് കിട്ടിയില്ലേ, അത് വലിയൊരു കാര്യം തന്നെയാ. അവൻ നല്ല കാര്യമാണോ അതോ ചീത്ത കാര്യമാണോ ചെയ്തത് എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല. എന്തായാലും നമുക്കിത് ഭാഗ്യത്തിന് തന്നെയാണ് കിട്ടിയതെന്നുള്ള കാര്യം സന്തോഷത്തോടെ പറയുന്നുണ്ട് ശ്രുതി. അങ്ങനെ രണ്ടുപേരും കൂടി പോകുന്ന വഴിയിൽ തന്നെ ഒരു സ്വർണ്ണക്കടയിൽ കയറുന്നുണ്ട്. അങ്ങനെ അവിടെയുള്ള ആളുടെ അടുത്ത് ആ മാല കൊടുക്കുകയാണ്. ഈ മാല ഞങ്ങൾക്ക് പുതിയ മോഡലിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യണമെന്നുള്ള കാര്യത്തെക്കുറിച്ച് മീര അറിയിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ സ്വർണ്ണം എന്ന് പറയുന്നത് ഇവര് കൊണ്ടുചെന്ന ആ സ്വർണ്ണക്കടയിലെ സ്വർണം തന്നെയാണ്. ആ സ്വർണ്ണക്കടയിലെ ഓണറിന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച സ്വർണ്ണമാണ് ഇവര് കൊണ്ടു ചെന്നിരിക്കുന്നത്. ഏതായാലും അയാള് മാല വാങ്ങി നോക്കുന്ന ഉടനെ തന്നെ ആ സേട്ടിന് കാര്യം മനസ്സിലാവുന്നുണ്ട്, ഇത് തന്റെ വീട്ടിൽ നിന്ന് പോയ മാലയാണെന്നുള്ള കാര്യം. എന്നിട്ട് അയാൾ ചോദിക്കുന്നുണ്ട്, ഈ സ്വർണ്ണമാല എങ്ങനെ നിങ്ങളുടെ കയ്യിൽ വന്നേന്ന്. അപ്പോൾ ശ്രുതി ചോദിക്കും, അതെന്താ നിങ്ങൾ അങ്ങനെ ചോദിച്ചത്, ഇത് എന്റെ കൂട്ടുകാരിയുടെ സ്വർണം തന്നെയാ, നിങ്ങൾക്കെന്താ ഇത്ര സംശയം? ഇത് കേൾക്കുന്ന സേട്ട് നിങ്ങൾ 1 മിനിറ്റ് ഇവിടെ ഒന്ന് വെയിറ്റ് എന്ന് പറഞ്ഞ് വേഗം ധൃതിപ്പെട്ട് അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അയാൾ പോകുന്നത് പോലീസിനെ വിളിക്കാനാണ്. പോലീസിനെ വിളിച്ച് പറയുന്നുണ്ട്, സർ, ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ഒരു കംപ്ലൈന്റ് തന്നിട്ടില്ലായിരുന്നു, എന്റെ വീട്ടിൽ നിന്ന് ഒരു സ്വർണ്ണമാല മോഷണം പോയെന്നുള്ള കാര്യം. ഇപ്പൊ ആ മാലയുമായിട്ട് എന്റെ കടയിലേക്ക് തന്നെ 2 പെൺകുട്ടികൾ വന്നിട്ടുണ്ട്. എനിക്ക് അവരെ നല്ല സംശയമുണ്ട് സർ, അവരുടെ കയ്യിൽ എങ്ങനെയാണ് ഈ സ്വർണം കിട്ടിയതെന്നുള്ള കാര്യം. അതുകൊണ്ട് സാർ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. ശരിയെന്ന് സമ്മതിക്കുന്നുണ്ട് പോലീസ്. അങ്ങനെ വൈകാതെ തന്നെ പോലീസ് അങ്ങോട്ടേക്ക് എത്തുകയാണ്. പോലീസ് വരുന്നത് കാണുമ്പോഴേക്കും ശ്രുതിയും മീരയും പരസ്പരം നോക്കുന്നുണ്ട്. എന്താടി ശ്രുതി എന്നൊക്കെ മീര പരിഭ്രമത്തോടെ ചോദിക്കുമ്പോൾ
അറിയില്ല മീരെ, എനിക്കും ഒന്നും അറിയില്ല എന്നിങ്ങനെ പേടിയോടെ പറയുകയാണ് ശ്രുതിയും. പോലീസുകാർ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ സ്വർണം കിട്ടിയതെന്ന്. അപ്പോ ശ്രുതി പറയും, സർ ഇത് 1,00,000 രൂപ കൊടുത്തിട്ട് ഞങ്ങൾ ഒരാളുടെ കയ്യിൽ നിന്നും മേടിച്ചതാ. എന്താ സാറേ പ്രശ്നം എന്ന് ശ്രുതി ചോദിക്കുന്നത് കേട്ടിട്ട്, ഇത് മോഷണം പോയ സ്വർണ്ണമാണെന്നുള്ള കാര്യം പോലീസ് അറിയിക്കുന്നുണ്ട് അവരെ. ഇത് എന്റെ വീട്ടിൽ നിന്നും കളവ് പോയ എന്റെ ഭാര്യയുടെ സ്വർണ്ണമാണെന്നുള്ള കാര്യം സേട്ടുകൂടെ പറയുമ്പോഴത്തേക്കും ശ്രുതിയും മീരയും ശരിക്കും ഞെട്ടിപ്പോകുന്നുണ്ട്. ശ്രുതി പേടിച്ച് വിറച്ചുകൊണ്ട് പറയുന്നുണ്ട്, അയ്യോ സാർ, നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ആൾക്കാരൊന്നുമല്ല ഞങ്ങൾ മോഷ്ടാക്കളൊന്നുമല്ല. എന്നാൽ പോലീസുകാരൻ അത് വിശ്വസിക്കുന്നില്ല. അയാളെ പേടിപ്പിക്കാൻ തന്നെ പറയുന്നുണ്ട്, സ്വർണം മോഷ്ടിച്ചുകൊണ്ട് വന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നടിക്കുകയാണോ നിങ്ങൾ? അപ്പോ മീര പറയും, സാർ അങ്ങനെ ഞങ്ങൾ മോഷ്ടിച്ചാണെന്നുണ്ടെങ്കിൽ ആ മോഷ്ടിച്ച സ്വർണമായിട്ട് എങ്ങനെ ഈ കടയിലേക്ക് തന്നെ ഞങ്ങൾക്ക് വരാൻ പറ്റുന്നത്? ആ ശരി എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് സംസാരിക്കാന്നും പറഞ്ഞ് ശ്രുതിയെയും അതുപോലെ മീരയും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ് കേട്ടോ അവിടെ നിന്നും. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഇവരെ നിർത്തുകയാണ്. ശ്രുതിയാണെങ്കിൽ ഇതിനോടകം തന്നെ കാര്യങ്ങളെല്ലാം ശ്രുതിയെ വിളിച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ശ്രുതി കുറ്റപ്പെടുത്തിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ശ്രുതി ആന്റണിയുടെ അടുത്ത് നിന്ന് പണം കൊടുത്തിട്ട് സ്വർണ്ണമൊക്കെ മേടിച്ചത്? അത് മീരയ്ക്ക് വേണ്ടി മേടിച്ചതാണെങ്കിൽ കൂടെ നീ എന്തിനാ അതിനകത്ത് പോയി തലയിട്ടത്? ദേ ഈ കാര്യത്തെക്കുറിച്ച് അങ്ങനെ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മ നിന്നെ വെച്ചേക്കില്ല. നിന്നോട് ഓൾറെഡി തന്നെ ദേഷ്യമുള്ളതാണ്. അതുകൊണ്ട് ഇതെങ്ങാനും അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർ ആരും നിന്നെ സപ്പോർട്ട് ചെയ്യാനും വന്നെന്ന് വരില്ല. ഇങ്ങനെയെല്ലാം പറഞ്ഞ് ശ്രുതിയുടെ നേരെ ചൂടാവുന്നുണ്ട്. അതേസമയം ശ്രുതി പറയുന്നുണ്ട്, എന്താ ശ്രുതി നീ ഈ സമയത്ത് എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? എനിക്ക് വേണ്ടി നീ ഇങ്ങോട്ട് വരില്ലേ? നീ എന്നെ രക്ഷിക്കാൻ ഇങ്ങോട്ട് വരില്ലേ എന്ന് ചോദിച്ച് ശ്രുതി കരയുകയാണ് കേട്ടോ ഫോണിലൂടെ. കേൾക്കുന്ന ശ്രുതി, നീ ഒന്ന് സമാധാനിക്ക് ശ്രുതി, എന്തായാലും എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ അമ്മയുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം അങ്ങോട്ടേക്ക് വരാം എന്നും പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത്. ശേഷം ശ്രുതി നേരെ ചെന്നിട്ട് ചന്ദ്രമതിയുടെ അടുത്ത് കാര്യം പറയുകയാണ്. കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, അവൾക്ക് അങ്ങനെ തന്നെ വേണമെന്ന്. ഞാൻ തന്നെ അവളെ ഈ വീട്ടിൽ നിന്ന് എങ്ങനെ പറഞ്ഞയക്കാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും കറക്റ്റ് ടൈമിൽ തന്നെ പോലീസുകാർ വന്ന് കൂട്ടിക്കൊണ്ട് പോയല്ലോ, വളരെ നല്ല കാര്യമെന്നാണ് ചന്ദ്രമതി പറയുന്നത്. ചന്ദ്രമതിയുടെ ഈ ദേഷ്യത്തിന് കാരണം, ശ്രുതിയോടുള്ള ഈ ദേഷ്യത്തിന് കാരണം വേറൊന്നുമല്ല, ശ്രുതി ഒളിപ്പിച്ച കള്ളത്തരങ്ങളെല്ലാം ചന്ദ്രമതി അറിഞ്ഞിട്ട് തന്നെയാണ്. എന്തായാലും നിന്റെ തലയിൽ നിന്ന് അവൾ ഒഴിഞ്ഞു പോയല്ലോ, അതുകൊണ്ട് നീ സന്തോഷമായിട്ടൊക്കെ ഇരിക്കാൻ ഉപദേശിക്കുന്നുണ്ട് ചന്ദ്രമതി ശ്രുതിയെ. എന്നാൽ ശ്രുതിക്ക് അപ്പോഴും ശ്രുതിയെ തന്നെ വേണമെന്നാണ്. അതെങ്ങനെയമ്മേ എനിക്ക് അവളെ അങ്ങനെ വിട്ടുകളയാൻ പറ്റുക? അവൾ എന്തൊക്കെയായാലും എന്റെ ഭാര്യയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ശ്രുതി. അതിനുശേഷം രവീന്ദ്രനോടും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ചന്ദ്രമതിയും ശ്രുതിയും കൂടിയിട്ട്. കാര്യങ്ങളെല്ലാം അറിയുമ്പോഴത്തേക്കും രവീന്ദ്രനാണെങ്കിലും ചോദിച്ചു പോകുന്നുണ്ട്, ആ ആന്റണിയുടെ അടുത്ത് തന്നെ പോയിട്ട് എന്തിനാണ് സ്വർണം മേടിച്ചതെന്ന്. അവനൊരു മോഷ്ടാവാണ്. അവൻ കാരണം ഈ വീട്ടിൽ തന്നെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് ശ്രുതി എന്തിനാ അവന്റെ അടുക്കലേക്ക് തന്നെ പോയതെന്ന് പറയുമ്പോ ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന സച്ചി പറയുന്നുണ്ട്, അല്ലെങ്കിലും കള്ളന്മാർക്ക് എപ്പോഴും കള്ളന്മാര് തന്നെയല്ലേ ജോഡിയായിട്ടുണ്ടാവുക. അപ്പൊ രവീന്ദ്രൻ പറയും, എടാ ഇപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള സമയമൊന്നുമല്ല, എങ്ങനെയെങ്കിലും നമുക്ക് ശ്രുതിയെ പുറത്തിറക്കണം. ഇത് മോഷണ കേസല്ലേ അച്ഛാ, ഇതിൽ കയറി ഇടപെട്ട് കഴിഞ്ഞാലേ ചിലപ്പോ നമ്മളും കൂടെ പ്രതികളാകുമെന്ന് സച്ചി പറയുന്നുണ്ടെങ്കിലും ചന്ദ്രമതിയും അത് ഏറ്റുപിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതെ ശ്രുതിയുടെ കാര്യത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് നീ എങ്ങാനും ആ പോലീസ് സ്റ്റേഷനിലേക്ക് പോയാല് ഈ ചന്ദ്രമതി ആരാണെന്ന് നീ അറിയും ശ്രുതി. അവൾ ഇത് അനുഭവിക്കേണ്ട കാര്യമാണെന്നുണ്ടെങ്കിൽ അവൾ അനുഭവിക്കട്ടെ. അവള് ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാ അവളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളോട് എന്തെല്ലാം കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടാ അവൾ ഇവിടെ പിടിച്ചു തൂങ്ങി നിന്നത്. അതിനെല്ലാം ഉള്ള ശിക്ഷ ദൈവം ഇപ്പൊ കൊടുത്തു എന്ന് കരുതിയാൽ മതി. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ സന്തോഷിക്കുക വേണ്ടത്, അല്ലാതെ അവളെ പോയി രക്ഷിക്കാനൊന്നുമല്ല നോക്കേണ്ടത്. അതുകൊണ്ട് മോനെ ശ്രുതി, എന്റെ വാക്ക് കേൾക്കാതെ നീ പോലീസ് സ്റ്റേഷനിലേക്ക് എങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ പിന്നെ നീ ഈ അമ്മയെ കാണില്ല. അങ്ങനെ പറയുന്നുണ്ട് ചന്ദ്രശ്രുതിയോട്. ഇതേസമയം രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്റെ ചന്ദ്രേ കാര്യമൊക്കെ ശരിയാ, ശ്രുതി ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടി. പക്ഷെ എന്തൊക്കെയാണെങ്കിലും അവളിപ്പോ ഈ വീട്ടിലെ മരുമകളല്ലേടി, ഇപ്പൊ നമ്മൾ അവളോട് മുഖം തിരിക്കുകയാണോ ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചന്ദ്രമതി വാശിയിൽ തന്നെയാണ്. ചന്ദ്രമതി രവീന്ദ്രൻ നേരെയും തട്ടിക്കയറുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇവിടെ നിന്ന് ആരെയും ശ്രുതിയെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞയക്കില്ലെന്നും പറഞ്ഞ് എല്ലാവരെയും വിലക്കി നിർത്തുകയാണ് കേട്ടോ ചന്ദ്രമതി.